കിരീട്ടിനെ ഞാൻ എന്റെ ഉള്ളം കയ്യിലിട്ട് അമ്മാനോ അടുത്തു. സ്വന്തം ഭാര്യയുടെ ആണെന്ന് പറഞ്ഞ് ഏതോ ഒരുത്തിയുടെ ശവം കൊണ്ടൊന്ന് കുഴിച്ചിടാവോ? ജാനകിയുടെ മോനല്ലേ, അപ്പോ അവൻ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും. സാർ ആ അമ്മേ, നിന്നെ ഞാനുണ്ടല്ലോ, അടങ്ങി നിക്കടിയോടെ. മോളിവിടെ നിക്കേ, അമ്മ പാല് കാച്ചിത്തരാം. മോൾക്ക് വിശക്കുന്നുണ്ടോ? അമ്മ എന്നാ ബിസ്ക്കറ്റ് എടുത്തു തരാമേ. എത്തിയോ? ഞാൻ വരുന്നതും കാത്ത് ഗേറ്റിന്റെ നിൽക്കാറുള്ളയാണല്ലോ. ഹായ് ഹായ്, വാട്ട് ഈസ് യുവർ നെയിം? ഐനു. ഐ ആം സച്ചു. നൈസ് ടു മീറ്റ് യു ഐനു. യുവർ നെയിം ഈസ് വെരി ബ്യൂട്ടിഫുൾ. താങ്ക് യു. ആരാമേ ഇത്? അല്ല, നിങ്ങൾ സ്വയം പരിചയപ്പെട്ടതല്ലേ, അപ്പൊ പിന്നെ ആരാ എന്താന്നൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചറിയുന്നല്ലേ നല്ലത്. അതല്ലേ അതിന്റെ ഒരു ശരി. ആരാ ആരാ? ഞാനമ്മയുടെ മോനാ. ഞാൻ അമ്മയുടെ മോളാ. എന്റെ അമ്മയാ ഇത്. ആണോ അമ്മേ? കുറച്ചു നേരത്തേക്ക് അമ്മയ്ക്കൊരു മോളെ കിട്ടി. അതിനു മോന്റെ ചേച്ചിയാ. അമ്മ എന്തൊക്കെയായി പറയുന്നേ? വിശദ വിവരങ്ങളൊക്കെ പിന്നെ പറയാം. ഇപ്പൊ നിങ്ങള് ബിസ്ക്കറ്റ് കഴിക്ക്. മോക്ക് ഞാൻ പാല് തണുപ്പിച്ചു തരാം. അപ്പോഴേക്കും മോളിൽ പോയി യൂണിഫോം ഒക്കെ മാറി മേലെഴുതിയിട്ട് വരാം. എടുക്കുമോളെ. മോളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ ഇപ്പൊ വരും. മോൾക്ക് അവരോടൊപ്പം പോണ്ടേ? ഞാൻ പോകുന്നില്ല. എന്റെ അമ്മയുടെ അടുത്ത് ഞാൻ എങ്ങോട്ടും പോയില്ല. ഇന്ന് പറഞ്ഞ പറ്റില്ല. മോള് ചെന്നില്ലെങ്കിൽ മോളുടെ അച്ഛന് വിഷമാവില്ലേ? അച്ഛനിവിടെ നിന്നോട്ടെ. ആ പെൺകുട്ടി അമ്മയെന്ന് വിളിച്ച് വസുതയെ കയറി വട്ടം ചുറ്റി പിടിക്കണമെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട്. വസുതയ്ക്ക് നേരത്തെ ആ കുട്ടിയെ അറിയാം. അവനും ആ ഗിരിയും എന്തൊക്കെയോ വശപശ കൊണ്ട്. വസുധയും ഗിരിയും ആ കുട്ടിയുമായി എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ട്. അവനിവിടെ വന്ന് കുഴിമാന്തിയതിന് പിന്നിലും എന്തോ ദുരൂഹതയുണ്ട്.
ഏതോ ഒരു വലിയ പ്ലാനുമായിട്ടാ വസുധ വന്നിരിക്കുന്നത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. അവൾക്ക് പിന്നിൽ ഗിരിയായിരിക്കോ? പാലും ബിസ്ക്കറ്റും ഒക്കെ ഞാനിവിടെ വാങ്ങി വച്ചേക്കുന്നതേ എനിക്കും ഇവിടെ ഉള്ളവർക്കും കഴിക്കാനാ. വഴിയെ പോകുന്നവർക്കൊക്കെ വിളിച്ച് കയറ്റി ഇരുത്തി സൽക്കരിക്കാനുള്ളതല്ല. നിനക്ക് വീട്ടിൽ നിന്നൊന്നും കഴിക്കാൻ തരാറില്ലേ? കണ്ട ശവക്കുഴി തോണ്ടാനൊക്കെ നിന്റെ അച്ഛന് വലിയ ബിരുദാണല്ലോ. നീ പോടി. നീ എന്താ വിളിച്ചേ? പോടിന്നോ? അടിച്ച് കാരണം ഞാൻ പൊട്ടിക്കും. എടി, എന്റെ കൊച്ചിനെ തൊട്ട് നിന്റെ മുഖത്ത് ഞാൻ തൊഴിക്കും. എടി, നിന്നെ എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. മക്കളിത് കഴിക്ക്. നിങ്ങളിങ്ങനെ വെറുതെ തെക്കോട്ടും വടക്കോട്ടും നടന്നോ? ഈ വീട്ടില് ഞാനിപ്പോ ആരും അല്ലാണ്ടായി. നീ കാര്യം പറ. അടുക്കളയിലെ ഞാൻ വാങ്ങി വെച്ചിരുന്ന സാധനങ്ങള് അവള് ആ വസുത എടുത്ത് അർമാദിക്കുക. ഇപ്പതേ ഒരു പെങ്കൊച്ചിനെ കൊണ്ട് ഊട്ടാൻ വന്നിരിക്കുന്നു. അതും ഇവിടുത്തെ ശവക്കുഴി തോണ്ടിയ അവന്റെ മോള്. എവിടൊക്കെയോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ എന്തൊക്കെയോ സംഭവിച്ചോണ്ടിരിക്കുന്നതേ നിങ്ങക്കാ. അവള് വന്ന് കേറിയ നിമിഷം മുതലേ നിങ്ങൾക്ക് ഇത്തിരി ഇളക്കം കൂടുതലാ. നീ ഒന്നും മിണ്ടാതിരിക്കും രജിതേ. ശല്യം. ഓ, ഞാനിപ്പോ നിങ്ങക്ക് ശല്യമായി അല്ലേ? എടി, അവളെ എങ്ങനെ ഒഴിവാക്കാന്ന് തലപുകഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാ നിന്റെ ഒരു... അതിനെ വലിയ ആലോചനയൊന്നും വേണ്ട. കഴുത്തിന് പിടിച്ച് ഗേറ്റിന് പുറത്താക്കിയാ മതി. ഓ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഒച്ച വെച്ച് സംസാരിച്ച് നാട്ടുകാരെ കേൾപ്പിച്ച പ്രശ്നത്തിന് പരിഹാരമാവോ? നീയൊന്ന് അടങ്ങ് രജിതേ. ഓ, ഞാൻ അടങ്ങിയിരിക്കാത്തതാ കുഴപ്പം. എന്റെ അടുക്കള കേറിയിട്ട് അവള് നിരങ്ങിക്കോട്ടെ എന്നല്ലേ? ആരുടെ അടുക്കള? നിന്റെ അടുക്കളയോ? അവൾ ഒഴിഞ്ഞു തന്നുകൊണ്ടാ നിനക്ക് ആ അടുക്കളയിൽ കയറാൻ പറ്റിയത്. അത് നീ മറക്കണ്ട. രജിതേ, അവളൊരു പരാതി എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്താ ഞാൻ അകത്തുവാവും, നീ ഈ വീടിന് പുറത്തുവാവും. അതോർത്തോ? സനീഷേട്ടനെ ഇപ്പൊ ആളാകെ മാറി. അവളെ കൂടെ ഒപ്പം പൊറപ്പിച്ചാ കൊള്ളാന്നാ സനീഷേട്ടന്റെ ഇപ്പോഴത്തെ ഉള്ളിലിരിപ്പ്. ഷേ, നീ ഇങ്ങനെ തരം താഴ്ന്ന് സംസാരിക്കല്ലേ രജിതേ. എന്ത് പറഞ്ഞാലും കമാന്നൊരക്ഷരം തിരിച്ചു പറയാത്തോളായിരുന്നു വസുധ. ആ അവളിപ്പോ ചാടിക്കടിക്കാൻ നിക്ക. അവൾക്ക് പിന്നിൽ ശക്തരായ ആരൊക്കെയോ ഉണ്ട്. അതാണ് അവളുടെ ധൈര്യം. തഞ്ചത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ എല്ലാവരും പെരുവഴിയിലാവും. ആ, ശരി ശരി.
പോലീസ് സ്റ്റേഷനിൽ കയറി ഇറക്കും അസ്ഥി പെറുക്കലൊക്കെ ആയിട്ട് നടന്നാലേ ഈ ഓഫീസർ ജോലിയൊക്കെ ആകെ പെൻഡിങ് ആവും. പല മെയിലുകൾക്കും മറുപടി കൊടുത്തിട്ടില്ല. തനിക്ക് പിന്നെ ഇവിടെ എന്താണ് ജോലി? ഈ ഓഫീസിലെ എല്ലാവരുടെയും ജോലി ചെയ്യാനേ ഞാൻ റോബോട്ടൊന്നുമല്ല. എന്തായി മിസ്റ്റർ സനീഷ്, തിരിച്ചു വന്ന വസുധ തന്റെ പഴയ ഭാര്യ തന്നെയാണെന്ന് താൻ ഐഡന്റിഫൈ ചെയ്തോ? ഉറപ്പിക്കാൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. പച്ചക്കള്ളം. എപ്പോഴേ അതൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടാവും. വസുധ തന്റെ ഭാര്യയാണെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ അവളെ അവിടെ തുടരാൻ താൻ അനുവദിച്ചത്. സനീഷേ, നിന്റെ സ്വത്തോ പണമോ പദവിയോ ഒന്നും കണ്ടിട്ടല്ല ഞാൻ എന്റെ മോളെ നിനക്ക് വിവാഹം കഴിച്ചു തന്നത്. അവളുടെ നിർബന്ധ ബുദ്ധി. അതുകൊണ്ട് മാത്രമാണ് ഈ വിവാഹം നടന്നതും നീ ഇവിടെ നിൽക്കുന്നതും. എനിക്കറിയാം. എന്തറിയാവുന്ന 10 തലമുറയ്ക്ക് ആർഭാടത്തോടെ കഴിയാനുള്ള സ്വത്ത് എന്റെ മോളുടെ പേരിലുണ്ട്. അതിന്റെ പങ്ക് പറ്റി ജീവിക്കാനുള്ള യോഗ്യത നിനക്കുണ്ടോ എന്ന് കണ്ടറിയണം. ആദ്യ ഭാര്യ ജീവിച്ചിരിക്കുമെന്ന് അറിഞ്ഞാലേ രണ്ടാം വിവാഹം കോടതി കയറും. അങ്കിൾ, എന്ത് വന്നാലും ഞാൻ രജിതയെ ഉപേക്ഷിക്കില്ല. അവള് പൊയ്ക്കോളും. 2 ഭാര്യമാരിൽ ഒരാളായിരിക്കാൻ രജിതയ്ക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. അവളായിട്ട് വരുത്തി വെച്ചുകൊണ്ടാ ഞാൻ ഒന്നിലിടപെടാത്തത് എന്ന് കരുതി എന്റെ മോളെ ആർക്കും തട്ടിക്കളിക്കാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. അറിഞ്ഞു പ്രവർത്തിച്ചാൽ നിനക്ക് കൊള്ളാം. കൊല്ലവർഷം 1200 കന്നിമാസം 2 ബുധനാഴ്ച കൃഷ്ണപക്ഷ പ്രഥമ തിഥിയിൽ പുലിക്കരണത്തിൽ ഗണ്ഡനിത്യയോഗം നടക്കുന്ന സമയം. ഇവിടെ പ്രശ്നവശാൽ ചിന്തിച്ചതിൽ ചിങ്ങലഗ്നത്തിൽ സൂര്യൻ വ്യാഴത്തോടുകൂടി യോഗം ചെയ്ത് നിൽക്കുന്നു. ശനി അഷ്ടമത്തിലും ചന്ദ്രൻ 6-ലുമാകയാൽ ദൈവാധീനം മറഞ്ഞതായിട്ടാണ് കാണുന്നത്. ആത്മാവിന് ശാന്തി കിട്ടേണ്ട സമയം കഴിഞ്ഞു. യഥാവിധി മരണാനന്തര കർമ്മങ്ങൾ നടത്താത്തതിന്റെ ഫലമാണ്. തിരുമേനി, അതിന് പരിഹാരമൊന്നുമില്ലേ? നോക്കട്ടെ. പന്ത്രണ്ട് വയസ്സുവരെ ശ്യാമയുടെ മകളെ ശ്രദ്ധിക്കണം. അമ്മയുടെ ആത്മാവിന്റെ അലച്ചിൽ ആ കുട്ടിക്കും ദോഷമുണ്ട്. രോഗം മൂർച്ഛിക്കാം, ജീവന് പോലും ആപത്ത് സംഭവിക്കാം. എന്തെങ്കിലും പരിഹാരം? ദൈവാധീനം കുറവായതുകൊണ്ട് ഫലപ്രാപ്തി പൂർണ്ണമായും കിട്ടണമെന്നില്ല. തിരുമേനി, എന്ത് പ്രതിവിധി ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. വിശദമായ ചാർട്ട് ഞാൻ എത്തിക്കാം. അടുത്തൊരു ദിവസം ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നെ ആ കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കണം.
കുട്ടിയുടെ ഇഷ്ടങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണം. അതിൻ്റെ മനസ്സ് കൂടുതൽ വിഷമിക്കാനിടയാക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ചിലപ്പോൾ അത് മറ്റൊരു ദുരന്തമാകും. ചോറ് വാരി തരാമേ അമ്മ മോൾക്ക്. വാ തുറന്നേ കഴിക്കാൻ. ആ ആ സച്ചുട്ട കഴിക്കാൻ വന്നേ. അമ്മ ഇവിടെ ആയിട്ടാണോ എന്നെ കാണാൻ വരാഞ്ഞത്? അമ്മ ഇവിടെ ഇല്ലായിരുന്നു മോളെ. അമ്മ എന്നെ കാണാൻ വന്നത് തന്നെ 2 ദിവസം മുമ്പാ. ഇനി അമ്മ എന്നെ സച്ചൂട്ടനെയും വിട്ട് എവിടെയും പോവണ്ട. സച്ചൂട്ടനെ വിട്ട് അമ്മ ഇനി എവിടെയും പോവില്ല. സച്ചൂട്ടനെ ഞാനല്ലേ ഉള്ളൂ. പക്ഷേ മോൾക്ക് അച്ഛനുണ്ടല്ലോ. എനിക്ക് അച്ഛനെയും വേണം അമ്മയും വേണം. അപ്പൊ എന്നെ വേണ്ടേ? സച്ചൂട്ടനെയും വേണം. ഓരോ നിമിഷവും ഞാൻ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടോണ്ടിരിക്കുക ഡാഡി. വന്ന് കേറിയവൾ അധികാരം പിടിച്ചെടുക്കുന്നത് കണ്ട് ഇവിടെ പിടിച്ചു നിൽക്കാൻ എനിക്ക് വയ്യ. ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ? നമുക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. പക്ഷേ നീ തോറ്റാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നതെങ്കിൽ ഡാഡി നിനക്ക് വേണ്ടി ഇക്കണ്ട കാലം കൊണ്ട് സംഭവിച്ചതിന്റെ 90% അവിടെ ഉപേക്ഷിച്ചു പോരേണ്ടി വരും. അതുകൊണ്ട് നീ തോറ്റു മടങ്ങരുത്. തോറ്റു കൊടുക്കാൻ ഞാൻ ഇനിയൊരു ജന്മം കൂടെ ജനിക്കണം. തോൽക്കുമെന്ന് തോന്നിയാ എല്ലാം തകർത്തെറിഞ്ഞ് ഇവിടുത്തെ അവസാനത്തെ മൺതരിയായിട്ടേ ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങും. ഗുഡ്. മടുപ്പ് തോന്നിയാൽ നിനക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. ശരി ഡാഡി. ആരാ? അത് പിന്നെ ഞാൻ ഐനുവിനെ കൊണ്ടുപോകാൻ വന്നതാ. ഐഷോ? അങ്ങനെ ആരും ഇവിടെ ഇല്ല. ഐഷോ അല്ല, എന്റെ മോള് ഐനുവിനെ കൊണ്ടുപോകാൻ വന്നതാ. അതിന് ഞാനെന്ത് വേണം? അല്ല, അവളെ ഒന്ന് വിളിക്കുവോ? തന്റെ മോളെ വിളിക്കലല്ല എന്റെ പണി. തനിക്ക് വേണമെങ്കിലേ താൻ പോയി വിളിക്കടോ. എനിക്ക് സമയമില്ല. മോളെ ഐനു, ഐനു,
മോളെ പെറ്റമ്മയായി കരുതി സ്നേഹിച്ചു പോയ വസുധയിൽ നിന്നും മകളെ അടർത്തിയെടുത്ത് കൊണ്ടുപോകുവാൻ ഗിരിക്ക് കഴിയുമോ? സനീഷിന്റെ ജീവിതത്തിൽ സ്വന്തം സ്ഥാനം നിലനിർത്താനായി രചിത ചെയ്യുന്ന ക്രൂരതകളോടുള്ള ചെറുത്തുനിൽപ്പിൽ വസുധ ഇനിയും എത്ര പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകണം?